വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ രേഷ്മ വീട്ടിലുണ്ട് എന്നറിഞ്ഞിട്ട് രേഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് രേഷ്മയായിട്ട് സംസാരിക്കാനായിട്ട്. ശാലിനി ആകെ ദേഷ്യത്തിലൊക്കെയാണ് രേഷ്മയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. മധുരയിലേക്കുള്ള യാത്രയിൽ കൂടെ വിഷ്ണുവേട്ടൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നും അറിയില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് രേഷ്മ സംസാരിക്കുന്നത്. വിഷ്ണുവോ എന്തിന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വീണ്ടും നീ നാടകം കളിച്ച് ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, വിഷ്ണുവേട്ടൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായി തെളിവുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ രേഷ്മ ഇങ്ങനെ ഒന്ന് സംശയിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് തന്നെയാണ് റസാഖ് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. മാഡം അത്യാവശ്യമായിട്ടൊന്ന് സ്റ്റേഷൻ വരെ വരണം എന്ന് പറയുകയാണ്. അതനുസരിച്ച് ശാലിനി പോകുന്നുണ്ട്. ചെല്ലുമ്പോൾ അവർ പോലീസുകാരാണെങ്കിൽ ഡാനിയലിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നില്ല. നന്നായിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനിയോട് ഇങ്ങനെ റസാഖ് പറയുന്നുണ്ട് ഫോൺ ചെയ്തത് ഈ ഡാനിയലാണ് എന്നുള്ളതൊക്കെ. അന്നേരം അവസാനം കുറ്റം സമ്മതിക്കുന്ന എന്ന പോലെ ഡാനിയൽ പറയുന്നുണ്ട്, അന്ന് ആ തട്ടിക്കൊണ്ടുപോകൽ നാടകം അറേഞ്ച് ചെയ്തതും പണം ആവശ്യപ്പെട്ടതും ഒന്നും ഞാനല്ല, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്, എൻ്റെ നിർദ്ദേശമല്ല, വേറൊരാളാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അത് ആര് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡാനിയൽ ഇങ്ങനെ പോലീസുകാരെയൊക്കെ നോക്കിയിട്ട് ശാലിനിയോട് പറയാനായിട്ട് വരുന്നേ കാണിക്കുന്നുള്ളൂ. അത്രയും പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വിഷ്ണുവിൻ്റെ പേര് പറയുമോ ഇല്ലയോ എന്നുള്ളതാണ്. വിഷ്ണു കൂടി ചേർന്നിട്ടാണോ അത് ചെയ്തത് എന്നാണ് ഇനി അറിയേണ്ടത്. മിക്കവാറും വിഷ്ണുവിൻ്റെ പേരായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്തിന് എന്നുള്ളതാണ്. ഡാനിയലിന് കുറച്ച് പൈസ കൊടുത്ത് കാണും, ബാക്കി പൈസ വിഷ്ണു ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി കാണും. പക്ഷെ അതൊക്കെ ഇനി എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും എന്നുള്ളതാണ് അറിയേണ്ടത്. ഉടനെ ഇനി വിഷ്ണു തിരികെ എത്തുമായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.